നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് അലി അന്തരിച്ചു. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി നൽകേണ്ടിരുന്ന മൊഴി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്നു. പക്ഷേ നൌഷാദ് അലി അന്തരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണം സംഭവിച്ചത്. വളരെ വേദനാജനകമായ സാഹചര്യം. മരണസംഖ്യ 10 ഉയർന്നിരിക്കുകയാണ് വാൽപ്പാറ അപകടത്തിൽ. നൌഷാദ് അലിയുടെ ആരോഗ്യനില വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകി എന്നൊരു ആരോപണം ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് നൌഷാദ് അലി മരണം സംഭവിക്കാൻ കാരണമായതെന്നാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നൌഷാദ് അലി. അങ്ങനെ ഇരിക്കവെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റു 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുള്ള മുഹമ്മദ് ഫായിസിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമാണ്. ഇദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, കോയമ്പത്തൂരിൽ തന്നെയുള്ള സഹദിൻ മുഹമ്മദിന്റെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. മാത്രമല്ല, പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അധ്യാപകർ അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനം വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. നൌഷാദ് അലിയുടെ വിയോഗത്തിൽ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. 10 മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ വെള്ളിയാഴ്ച വൈകുന്നേരം 5:20ഓടെയാണ് വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13 ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര പോയത്. 7 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. 4 പേർക്കാണ് പരിക്കേറ്റത്. അതിലൊരാൾ ഇപ്പോൾ അന്തരിച്ചു. നൌഷാദിന്റെ മരണം സംഭവിച്ചതോടെ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയാണ്. നൌഷാദിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണം കുടുംബം ഉന്നയിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതും ചോദ്യമായി ഉയരുന്നു. പുലർച്ചെയോടെ നൌഷാദിന്റെ ആരോഗ്യനില വഷളായെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ എത്താൻ വൈകിയതാണ് മരണം സംഭവിക്കാൻ കാരണമായതെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മതിയായ ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന ആരോപണം, പരാതി കൂടി കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. നൌഷാദിന്റെ മരണത്തോടെ ചികിത്സാ പിഴവ് സംബന്ധിച്ച പുതിയ തർക്കങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. ഡ്രൈവറുടെ പരിചയക്കുറവാണ് വാൽപ്പാറയിലെ ഹെയർപിൻ വളവുകളിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയാൻ കാരണമായിരുന്ന വാദം നേരത്തെ തന്നെ ഉയർന്നതാണ്. വളവുകൾ നിറഞ്ഞ മലമ്പാതയിൽ വാഹനം നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച പിഴവ് അത് ദുരന്തത്തിലേക്ക് നയിച്ചുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത നൌഷാദ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും, നൌഷാദിന്റെ മൊഴിയെടുക്കുക എന്നതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എന്തെങ്കിലും തുമ്പ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ അത്തരത്തിൽ പ്രതീക്ഷിച്ചവർക്കൊക്കെ തിരിച്ചടിയായിരിക്കുകയാണ്. വേർപാട് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ മറ്റു 3 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. വാൽപ്പാറയിലെ ഹെയർപിൻ വളവുകളിൽ പരിചിതമില്ലാത്ത ഡ്രൈവർമാർ, അതായത് അവിടെ ഇപ്പോൾ സ്ഥിരം ഓടുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു പരിചിതമുണ്ടാകും, ഒരു പരിചയമുണ്ടാകും എങ്ങനെ ആ വളവുകൾ തിരിക്കണം എന്നൊക്കെ. പക്ഷേ പുറത്തു നിന്നുള്ള ഡ്രൈവർമാർ നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ്. ഇത് ഈ അപകടത്തിന് പിന്നാലെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഡ്രൈവർക്ക് വഴി അറിയാത്തതോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതോ ആകാം അപകട കാരണമെന്ന ചർച്ചകൾക്കിടയിലാണ് നൌഷാദ് അലി വിടവാങ്ങിയിരിക്കുന്നത്. അപകട സമയത്ത് വാഹനത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാളുടെ അഭാവം അത് അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും. മരണപ്പെട്ട നൌഷാദിന്റെ ഭൗതികദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കും. ഒരു വിനോദയാത്ര വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചതിന്റെ നടുക്കത്തിലിരിക്കവെയാണ് നൌഷാദിന്റെ മരണവും കൂടി സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സഹപ്രവർത്തകരെയും ഒക്കെ തേടിയെത്തുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഹെയർപിൻ വളവുകളിൽ പരിചയമില്ലാത്തവർ വാഹനം ഓടിക്കുമ്പോൾ പുലർത്തേണ്ട ഒരു ജാഗ്രതയുണ്ട്. അതിനെക്കുറിച്ച് തമിഴ്നാട് പോലീസ് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് വാൽപ്പാറ പോലീസ് വ്യക്തമാക്കി. വാഹനത്തിന്റെ സാങ്കേതിക തകരാറാണോ അതോ ഡ്രൈവറുടെ പിഴവാണോ ഈ അപകടത്തിന് കാരണമായത് എന്ന് കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം തേടും. മലയാളി വിനോദസഞ്ചാരികൾ സ്ഥിരമായി എത്തുന്ന വാൽപ്പാറയിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം
ആവശ്യവും നിലവിൽ ശക്തമായി ഉയരുന്നുണ്ട്. വളവുകളിൽ കൃത്യമായ ദിശാസൂചകങ്ങളും അപകട മുന്നറിയിപ്പുകളും സ്ഥാപിക്കണമെന്നത് ഒരുപാട് നാളുകളായി ഉയരുന്ന ആവശ്യമാണ്. ഡ്രൈവർമാരുടെ പരിചയക്കുറവ് പരിഹരിക്കാൻ ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നു. നൌഷാദിന്റെ വിയോഗം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെ തകർത്തിരിക്കുകയാണ്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരണമെന്നും ഇനി ഒരാൾക്കും ഇത്തരം ഒരു ഗതി ഉണ്ടാകരുതെന്നുമാണ് നാട്ടുകാരടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ഈ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന നാടിന്റെ പ്രാർത്ഥന ഒരു വശത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് നൌഷാദിന്റെ മരണവും കൂടി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായിരിക്കുകയാണ്. അന്വേഷണത്തെ അതെങ്ങനെ ബാധിക്കുമെന്നത് ഒരു ചോദ്യമായി ഉയരുകയാണ്. ഒരു ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നൌഷാദ് അലിയും യാത്രയാകുമ്പോൾ അത് വലിയൊരു ആഘാതമായി ഏവർക്കും മാറുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അന്വേഷണ റിപ്പോർട്ട് അതിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. വാൽപ്പാറയിൽ 10 മലയാളികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയത് ഡ്രൈവറുടെ പരിചയക്കുറവ് കാരണമെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. ഇറക്കത്തിൽ ഗിയർ ഡൗൺ ചെയ്യാതെ ഇറങ്ങിയതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നും വളവിൽ വേണ്ട ജാഗ്രത പുലർത്തിയിട്ടുണ്ടാവില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചുരം റോഡിന്റെ വശങ്ങളിൽ എല്ലായിടത്തും സുരക്ഷാ ബാരിക്കേഡ് സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു. ആശുപത്രിയിലായതിനാൽ ഡ്രൈവറുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മൊഴി കൂടി എടുത്താലേ കൂടുതൽ വ്യക്തത വരൂ എന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപകടം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പൊള്ളാച്ചി RTO സർക്കാരിന് കൈമാറുകയുണ്ടായി. ഈ വാഹനം പൂർണ്ണമായും തകർന്നു പോയ സ്ഥിതിയിലായിരുന്നു. മെക്കാനിക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ട്. പൂർണ്ണമായും പരിശോധന നടത്താനായില്ല. ഡ്രൈവറുടെ പരിചയക്കുറവ്, ചുരം പോലുള്ള കുത്തനെ ഇറങ്ങുമ്പോൾ ഇറക്കത്തിൽ ഗിയർ ഡൗൺ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ഗിയർ ഡൗൺ ചെയ്യാതെ ഇറങ്ങിയതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് സംശയം. അത്യാവശ്യ സ്പീഡിൽ തന്നെയാണ് വാഹനം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരം പോലുള്ള ഇടങ്ങളിൽ വളവ് വളയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം വളയ്ക്കാൻ. അതിൽ അശ്രദ്ധയുണ്ടായിട്ടുണ്ടാകാം. തുടർച്ചയായ ഡ്രൈവിംഗും അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. ഈ സംഭവത്തിൽ ദൃക്സാക്ഷികളില്ല. പ്രദേശത്ത് CCTV ഇല്ല. ഈ അപകടങ്ങൾ ആരും കണ്ടിട്ടുമില്ല. മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നാണ് വളരെ പ്രതീക്ഷയുടെ അന്വേഷണ സംഘം നൌഷാദ് അലിയിലേക്ക് ഉറ്റുനോക്കിയത്. പക്ഷെ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.